PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നിവിടെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ സബ്ജക്റ്റുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ശരിക്കും നിങ്ങളോട് പറയുന്നത് ഇതൊരു റിവിഷനായിട്ട് മാത്രം കണ്ടാൽ മതി. ഇത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു സെഷൻ അല്ല, ഒരു റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 17/2022 CPOയുടെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം അല്ലെ 51ാമത്തെ ചോദ്യമാണ്. 51ാമത്തെ ചോദ്യം താഴെ പറയുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ്. 17, 20, 25, 32 എന്നീ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു സംഖ്യയ്ക്ക് സ്ഥലം ഇട്ടിട്ടുണ്ട് അല്ലേ. അതിൽ ഓപ്ഷൻ 41, 42, 43 ഇതൊക്കെയാണ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കുക, അടുത്ത ഒരു ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് വരുന്നത് എന്നുള്ളത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ആൻസർ പറയുകയാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 41 ആണ്. ഇതെങ്ങനെ വരുന്നതെന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് പറയാം. ഇപ്പോൾ 17ൻ്റെ കൂടെ നമ്മൾ 3 കൂട്ടിയാൽ 20 കിട്ടും അല്ലെ. 20ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 25 കിട്ടും. 25ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 32 കിട്ടും. അങ്ങനെ 32ൻ്റെ കൂടെ 9 കൂട്ടിയാൽ ഇവിടെ വരേണ്ട സംഖ്യ എന്ന് പറയുന്നത് 41 ആണ്. ഈ 3 എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് 3 ആണ്. 20ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ് അല്ലേ. 25ഉം 32ഉം തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. അതായത് ഇത് നോക്കിയാൽ 3, 5, 7 ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിൽ അടുത്തതായിട്ട് ഇവിടെ വരേണ്ടത് 9 ആണ് അല്ലേ. ഒറ്റ സംഖ്യ 3, 5, 7, 9. അത് കഴിഞ്ഞിട്ട് വരേണ്ടത് 11 ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരേണ്ട സംഖ്യ 41 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അടുത്തത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കിയേക്കണം. ഇവിടെ പ്ലസ് എന്നത് ഹരണത്തിനെയും പ്ലസ് എന്നത് ഹരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് എന്നത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് എന്നത് എന്തിനെയാണ്? ഹരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഹരണത്തിനെ. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യണം. അതേപോലെ മൈനസ് എന്നത് ഗുണനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇവിടെ മൈനസ് അല്ലേ, മൈനസ് എന്നത് ഗുണനത്തെയാണ്. അപ്പോൾ ഇവിടെ മൈനസ് കൊടുത്തിട്ടുണ്ട്. മൈനസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗുണനത്തെയാണ്. ഇനി ഹരണം എന്നത് പ്ലസിന് അധിക ചിഹ്നത്തെയാണ്. അപ്പോൾ ഇവിടെ ഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹരണം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അധിക ചിഹ്നത്തെയാണ് അല്ലേ. അതേപോലെ എക്സ് എന്നത് മൈനസിനെയാണ്. എക്സ് മീൻസ് ഗുണനം എന്നത് അല്ലെ, ഈ ഗുണനം കൊടുത്തിട്ടുണ്ട്, അത് മൈനസിനെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ടാ. അപ്പം 48/12 അധികം 15 മൈനസ് 2 ഗുണം 5 എന്ന് വരും. 48/12 പ്ലസ് 15 മൈനസ് 2 ഗുണം 5. ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നതെന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് 9 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഗോപു അതേ ജോലി ചെയ്യാൻ 30 ദിവസം എടുക്കും. എങ്കിൽ രണ്ടുപേരും ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദ്യം. നിങ്ങൾ ചെയ്തു നോക്കുന്നവർ ചെയ്തു നോക്കുക. ഇവിടെ ആൻസറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 12 ആണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ സാധാരണ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് XY/X+Y എന്നുള്ളത് അല്ലെ. X+Y ആ ഒരു ഇക്വേഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് 30 ഇപ്പോൾ X 20 ആയിട്ടും Y 30 ആയിട്ടും എടുത്താൽ 30 ഗുണം 20/30 പ്ലസ് 20, അതായത് 30 ഗുണം 20/50 എന്ന് വരും. അങ്ങനെ വെട്ടിപ്പോകുമ്പോൾ ആൻസറായിട്ട് കിട്ടുന്നത് 12 ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറയുന്നു, മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിസ്റ്റൻസും സ്പീഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ത്രികോണം ഇങ്ങനെ വരച്ചിട്ട് ഡി എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴത്ത് നമ്മൾ TS. ഇവിടെ ഡി കാണാൻ ടൈമിനെ സ്പീഡ് കൊണ്ട് ഗുണിച്ചാൽ മതി. അതേപോലെ ടി കാണണമെങ്കിൽ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ചാൽ മതി. അതേപോലെ സ്പീഡ് കാണണമെങ്കിൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ നമുക്ക് കാണേണ്ടത് ടി ആണ്. ടി കാണാൻ എന്ത് ചെയ്യണം? ടി കാണാൻ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിക്കണം. D/S. ഡിസ്റ്റൻസ് ഇവിടെ തന്നിരിക്കുന്നത് 54 km/h ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 150 മീറ്റർ. ട്രെയിനിൻ്റെ നീളവും അതേപോലെ പാലത്തിൻ്റെ നീളവും കൂട്ടിച്ചേർത്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. അതായത് 600 എന്ന് വരും. 150 പ്ലസ് 450 600 മീറ്റർ എന്നാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 54 കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എന്നിട്ട് കിട്ടുന്ന വാല്യൂ വേണം, നമ്മൾ സ്പീഡ് വേണം ഇവിടെ ഇട്ട് കൊടുക്കാൻ. ഡിസ്റ്റൻസ് 600 മീറ്റർ ആണ്, അത് ഈ സ്ഥലത്ത് ഇട്ട് കൊടുക്കണം.
എന്നിട്ട് ഇതിൻ്റെ വാല്യൂ മീറ്ററിലേക്ക് ആക്കിയ വാല്യൂ താഴെ ഇട്ടിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് A ആണ്. 40 ആയിട്ടാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 ആണ് എന്ന അംശബന്ധത്തിലാണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണമെങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇതാണ് ചോദ്യം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ശരിയുത്തരമായിട്ട് വരുന്നത് ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം എത്രയെന്നുള്ളതാണ് ചോദ്യം. ആൺകുട്ടികളുടെ എണ്ണം എത്രയെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് 20 ആണ്. 20 കേട്ടോ, 20. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനൊരു റിവിഷൻ മാത്രമായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 56ാമത്തെ ചോദ്യമാണ്. ബഷീർ 30 മീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. വീണ്ടും അവൻ വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. തുടർന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? ഇത് നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ തെക്കോട്ട് നടന്നെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് സങ്കല്പിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷനോ ഒക്കെ കാണുമല്ലോ, അവിടെ നിന്ന് നമ്മൾ തെക്കോട്ട് നടക്കുന്നു. അത് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയുമ്പോൾ നമ്മൾ തന്നെ ഇടത്തോട്ട് തിരിയുന്നതായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഞാനിത് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഇതിൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് 50 മീറ്റർ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഇത് വലിയ കൺഫ്യൂഷനൊന്നുമില്ല. അടുത്തത് x⁻y = y⁻x, കൂടാതെ x = 2y എങ്കിൽ y എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിവിടെ നമ്മൾ ഈ ഇക്വേഷനൊക്കെ കണ്ട് ഈ ഇക്വേഷനൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് തലപുകഞ്ഞ് ആലോചിച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ഓപ്ഷൻസ് ഇല്ലേ, അത് ഏതെങ്കിലും എടുത്ത് ഇട്ട് നോക്കുക. ഇപ്പം ഈ കൂട്ടത്തിലേക്കും കുറച്ച് എളുപ്പത്തിൽ ഇട്ട് നോക്കാൻ പറ്റുന്ന ഒരെണ്ണം 2 ആണ്. അപ്പോൾ ഈ വൈയുടെ സ്ഥാനത്ത് അല്ലെ y = വൈയുടെ സ്ഥാനത്ത് 2 ഇട്ട് നോക്കിയിട്ട് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. ഇവിടെ ആൻസർ കിട്ടും. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈയുടെ ഇത് 2 തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് ഓപ്ഷനിൽ നിന്നും നമ്മൾ ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2 തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഓപ്ഷനിൽ നിന്നും ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വൈയുടെ വാല്യൂ 2 തന്നെയാണ്. ഈ 2 എന്നുള്ളത് ഇതിലേക്കിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും? നമുക്കറിയാം ഇപ്പോൾ 2400 അല്ലെ, ഇതിൻ്റെ 10% എന്ന് പറയുന്നത് 2400ന്റെ 10% എന്ന് പറയുന്നത് കാണാൻ ഈ അവസാനത്തെ ഒരു 0 കളഞ്ഞാൽ മതി. 2400ന്റെ 10% 240 ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 5% കാണാനാണ്. അപ്പോൾ 240ന്റെ പകുതി 120 എടുത്താൽ മതിയാകും. അതായത് ആദ്യത്തെ ഒരു വർഷം 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ ഇട്ടാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 2400 പ്ലസ് 5% എന്ന് പറയുന്നത് 120 ചേർന്നിട്ടുള്ള ഒരു സംഖ്യ. അതായത് 2520 രൂപയാണ് അല്ലെ, 2520 രൂപയാണ് ആദ്യത്തെ വർഷം കിട്ടുന്നത്. 2520 രൂപ. ഇത് തുടർന്നും 5% പലിശയ്ക്കാണ് ഇടേണ്ടത്. പക്ഷേ 5% ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നുള്ളത് 2520ന്റെ 10% കാണാൻ ഈ 0 കളഞ്ഞാൽ മതി. അതായത് 252 രൂപയാണ് 10%. പക്ഷെ നമുക്ക് വേണ്ടത് 5% അല്ലേ. അപ്പോൾ എത്ര വരും ഇതിനകത്ത്? 252 അല്ലെ. 252ന്റെ പകുതി എടുത്താൽ മതി. പകുതി എന്ന് പറയുമ്പോൾ എത്ര? 126 എടുത്താൽ മതി. 126 അതാണ് 5%. അപ്പോൾ 2520ന്റെ കൂടെ 2520ന്റെ കൂടെ 126 കൂടെ ചേർക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ 2646 രൂപ എന്ന് കിട്ടും. 2646 രൂപ. അത് തന്നെയാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ട. അപ്പോൾ 2646 രൂപയാകാൻ, അപ്പോൾ ഇത് രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോഴാണ് 2646 രൂപയാകുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഇങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം. 2 ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 2. അടുത്ത 59ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഞാനൊരു റിവിഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഇങ്ങനെ എടുക്കുന്നതിൽ എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എക്സ്പ്ലെയിൻ ചെയ്തെടുക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് സമയക്കുറവുണ്ട് അല്ല. ഇനി ഇംഗ്ലീഷും മലയാളവും നോക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. 1 - 1/2 പ്ലസ് 1/2 സ്ക്വയർ മൈനസ് 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര = എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് എന്ന് പറയുന്നത് ശരിക്കും ഇത് വരുന്ന നമ്മുടെ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനിൽ വരുന്നൊരു പ്രോബ്ലമാണ്. ജിയോമെട്രിക് പ്രോഗ്രഷൻ ഇത് ചെയ്തെടുക്കാനത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം അതിന് ഇച്ചിരി ടൈം എടുക്കണം പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആൻസറായിട്ട് വരുന്നത് 2/3 എന്നുള്ള A ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ സോൾവ് ചെയ്തിട്ടുള്ളത് പേപ്പർ ഞാൻ ടെലഗ്രാമിലേക്ക് ഇടാം. ഈ മാത്സിൻ്റെ സോൾവ് ചെയ്തിട്ടുള്ള പേപ്പർ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാകും.
ഞാനൊരു റിവിഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ 2/3 എന്നുള്ളതാണ് വരുന്നത്. അടുത്ത 60ാമത്തെ ചോദ്യമാണ്. മാത്സിന്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാസത്തെ 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ദിവസമാണ് ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ളത്? ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ മാസവും 1-ാം തീയതി ഏത് ആഴ്ചയാണോ അത് തന്നെയായിരിക്കും 8-ാം തീയതിയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അത് തന്നെയായിരിക്കും 15-ാം തീയതിയും വരുന്നത്. അത് തന്നെയായിരിക്കും 22-ാം തീയതിയും വരുന്നത്. അത് തന്നെയായിരിക്കും 29-ാം തീയതിയും വരുന്നത്. ഇവിടെ പറയുന്നത് 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഒരു മാസത്തെ 7-ാം തീയതി തിങ്കളാഴ്ചയാണെന്ന് പറയുന്നു അല്ലേ. 7-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ 8-ാം തീയതി എന്തായിരിക്കും? 8-ാം തീയതി ചൊവ്വാഴ്ചയാകാനാണ് സാധ്യത. അല്ലേ, സാധ്യതയല്ല, ചൊവ്വാഴ്ചയാണ് അല്ലേ. 8-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പോൾ 8-ാം തീയതി ചൊവ്വ എന്ന് കിട്ടിയാൽ 1 ചൊവ്വയായിരിക്കും അല്ലെ, 1 ചൊവ്വയായിരിക്കും. അതേപോലെ തന്നെ 15 ചൊവ്വയായിരിക്കും, 22 ചൊവ്വയായിരിക്കും, 29 ചൊവ്വയായിരിക്കും. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാണെങ്കിൽ കറക്റ്റ് നിങ്ങൾ കലണ്ടറിലേക്ക് നോക്കിയാൽ മതി. 1-ാം തീയതി ഏത് ആഴ്ച വരുന്നോ അത് തന്നെയായിരിക്കും 8-ാം തീയതി വരുന്നത്. കാരണം 1-ാം തീയതി തൊട്ട് ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ. 1-ാം തീയതി തൊട്ട് 7 വരെ ഉള്ളത് വരുമ്പോൾ തന്നെ ഒരാഴ്ച കംപ്ലീറ്റ് ആയി. പിന്നെ റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ 8-ാം തീയതി 1-ാം തീയതിയിലുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ നോക്കുമ്പോൾ എന്ത് വരും? 1, 8, 15, 22, 29 ഒക്കെ സെയിം ഡേറ്റ് ആയിരിക്കും. ഇവിടെ പറയുന്ന 7-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 8-ാം തീയതി ചൊവ്വാഴ്ച ആയിരിക്കുമല്ലോ. 8-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 29-ാം തീയതിയും ചൊവ്വാഴ്ചയായിരിക്കും അല്ലേ. 29-ാം തീയതിയും ചൊവ്വാഴ്ചയായിരിക്കും. അപ്പോൾ 30 എന്ന് പറയുന്നത് ബുധനാഴ്ചയായിരിക്കും 30. അതേപോലെ 31 എന്ന് പറയുന്നതും വ്യാഴമായിരിക്കും. 31 വ്യാഴമായിരിക്കും. അപ്പോൾ ശരിക്കും അല്ലേ ഈ 27, 28 വരെയുള്ള ദിവസങ്ങൾ 3, 4, 7, 28 അല്ലേ, 7ൻ്റെ ഗുണിതമാണ് 28 വരെയുള്ള ദിവസങ്ങൾ ആഴ്ചയിൽ 4 ആഴ്ച ഉണ്ടാവും. അതങ്ങനെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 29, 30, 31 എന്നുള്ള ദിവസങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതായത് 5-ാമത്തെ ആഴ്ചയിലേക്ക് വരുന്നതായിരിക്കും. അതായത് 4 ആഴ്ച, ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. 7 × 4 എന്ന് പറയുന്നത് 28 അതായത് ഒരു ദിവസം അല്ല, ഒരാഴ്ച 7 ദിവസമുണ്ട്. അങ്ങനെ 7 × 4 ആഴ്ച എന്ന് പറയുന്നത് 28 ദിവസം വരെ 4 ആഴ്ച കംപ്ലീറ്റ് ആയി. ബാക്കി കിടക്കുന്ന 3 ദിവസമാണ് 29, 30, 31. ഇത് എക്സ്ട്രയാണ്. ഇത് ഉറപ്പായിട്ട് ഈ എക്സ്ട്രാ ഉള്ളത് 5-ാമത്തെ ആഴ്ചയിലായിരിക്കും വരുന്നത്. അപ്പോൾ 5-ാമത്തെ ആഴ്ചയിൽ വരുന്ന ആ ദിവസങ്ങൾ, 5-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളായിരിക്കും ഈ 5-ാമത്തെ ആഴ്ചയിൽ വരുന്നത്. അതാണ് റിപ്പീറ്റ് ചെയ്ത് വരാൻ. ഈ പറയുന്ന ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ആഴ്ചയിലും ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. 5-ാമത്തെ ആഴ്ചയിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു 5 തവണ വരാൻ സാധ്യതയുള്ള, അതായത് 5-ാമത്തെ ആഴ്ചയിൽ വരാൻ സാധ്യതയുള്ള തീയതികൾ ഏതെന്ന്. ഇവിടെ ചൊവ്വയും ബുധനും വ്യാഴവും ഉണ്ട്. അതിൽ ഈ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് വ്യാഴം മാത്രമാണ്. അപ്പോൾ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് വ്യാഴമാണ്. ഇനി അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ ചെയ്തു. അടുത്തത് നമ്മൾ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കൊടുക്കുക. 61-ാമത്തെ ക്വസ്റ്റ്യനിൽ ദ ബുക്സ് ഓൺ ദ ടേബിൾ ഡാഷ് ടു അവർ ടീച്ചർ. അതാണ് ചോദ്യം. ദ ബുക്സ് ഓൺ ദ ടേബിൾ ഡാഷ് ടു അവർ ടീച്ചർ. ഇവിടെ ബിലോങ്സ്, ബിലോങ്, ആർ ബിലോങ്ങിങ്, വെയർ ബിലോങ്ങിങ്. നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബിലോങ് ആണ്. പിന്നെ വിച്ച് ആർട്ടിക്കിൾ ആർ സ്യൂട്ടബിൾ ഇൻ ദി സെൻറ്റൻസ്? ഹി ഓർഡേഡ് ഡാഷ് കേക്ക് ആൻഡ് ഡാഷ് എക്ലെയർ ആൻഡ് കേക്ക് വാസ് നോട്ട് ഗുഡ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ്, സി ആണ്. അതായത് ഹി ഓർഡേഡ് എ കേക്ക് ആൻഡ് ആൻ എക്ലെയർ. ദ കേക്ക്, ആ കേക്ക് പ്രത്യേകം എടുത്തു പറയാണ്. ഞാനൊരു കേക്കും എക്ലെയറും ഓർഡർ ചെയ്തു. ആ കേക്ക് നല്ലതായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഓർഡർ ചെയ്ത ആ സ്പെസിഫിക് കേക്കാണ് നല്ലതായിരുന്നില്ല എന്ന് പറയുന്നത്. അടുത്ത 63-ാമത്തെ ചോദ്യം. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. മൈ ബ്രദർ സെൽഡം സ്മൈൽസ് അറ്റ് ഹിസ് ക്ലാസ്മേറ്റ്സ്. ഡസ് ഹി, ഡിഡ് ഹി, ഈസ് ഇൻ ഹി. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്കറിയാം സെൽഡം കിടക്കുന്നത് കൊണ്ട് ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്നറിയാം. അപ്പോൾ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷനിലെ നെഗറ്റീവ് ഉള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ എയും ഡിയും പോയി. പിന്നെ ഉള്ളത് ഈ 2 എണ്ണേ ഉള്ളൂ അല്ലേ, 2. ഇവിടെ മൈ ബ്രദർ ആണ് പറയുന്നത്. മൈ ബ്രദർ സെൽഡം സ്മൈൽസ് എന്നാണ്. മൈ ബ്രദർ സ്മൈൽസ് അല്ലേ, അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ക്ലൂ ഉണ്ട് അവിടെ. അപ്പോൾ 63-ന്റെ ആൻസർ എന്ന് പറയുന്നത് ഡസ് ഹി ആണ് അല്ലേ. കാരണം ബ്രദർ സ്മൈൽസ് എന്ന് കിടക്കുന്നതുകൊണ്ട് അല്ലെ, സ്മൈൽസ് കിടക്കുന്നതുകൊണ്ട് ഡസ് ഹി ആണ് വരുന്നത്. ബ്രദർ ഹി, ഡിഡ് ഹി അല്ല. ഡിഡ് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയും നമുക്കിത് കളയാം. ഡിഡ് അല്ല, ഇവിടെ സ്മൈൽസ് കിടക്കുന്നുണ്ട്. നമുക്കറിയാം അത് പ്രസന്റ് ടെൻസിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഡസ് ഹി ആണ് വരുന്നത്.
അടുത്ത ഒരു പോയിന്റ് നോക്കുക. വെൻ റീന റീച്ച്ഡ് ഹെർ ഫ്രണ്ട്സ് ഹോം ഷീ ഡാഷ് വാച്ച് TV അല്ലേ. റീന, അപ്പോൾ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. റീന അവളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ അല്ലേ, എത്തിച്ചേർന്നപ്പോൾ ഷീ ഡാഷ് TV, അവൾ TV എന്ത് കാണുകയായിരുന്നു എന്ന് പറയണ്ടേ. ഷീ വാസ് വാച്ചിങ് ആണ് ഇവിടെ വരുന്നത്. ഷീ വാസ് കാണുകയായിരുന്നു, ഷീ വാസ് വാച്ചിങ്, അങ്ങനെയാണ് വരേണ്ടത്. ഷീ വാസ് വാച്ചിങ് TV അല്ലേ. ഇവിടെ ഈസ് വരില്ല, കാരണം എന്താ, റീച്ച്ഡ് അല്ലെ, എത്തിച്ചേർന്നപ്പോൾ അത് പാസ്റ്റ് ടെൻസിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഈസ് വരത്തില്ല. പിന്നെ വാച്ച്ഡ് എന്ന് വരത്തില്ല, ഹാസ് വാച്ച്ഡ് എന്നും വരത്തില്ല അല്ലേ. അങ്ങനെ വെച്ച് നമുക്കിത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു എടുക്കാം. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 65ാമത്തെ, ഹി വാക്ക്ഡ് ഇൻ ടു ഹിസ് ഹൗസ് ആൻഡ് ഫൗണ്ട് ഡാഷ് ഹി സർപ്രൈസ് ദാറ്റ് ദെയർ വാസ് വാട്ടർ ഓൾ ഓവർ ദ ഫ്ലോർ. ഇതാണ്, അതിന് കുറച്ച് പ്രിപ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ട്, ശരിയായിട്ടുള്ളത് ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ ശരി എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ, ഫൗണ്ട് 2 ആണ് ഇവിടെ ആൻസർ കീയിൽ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് റിവിഷൻ എന്നുള്ളൊരു നിലയിൽ മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. The young man was baffled by the questions of the policeman, which is an apt synonym for the word baffled. ഈ baffled എന്ന വാക്കിന് ഒരു സിനോണിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, കൊടുത്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബാഫിൾഡിൻ്റെ സിനോണിമായിട്ട് വരുന്നത് കൺഫ്യൂസ്ഡ് എന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ്. അടുത്തത്, the car blew up after it fell down into the deep pit. അതിൽ കൊടുത്തിരിക്കാൻ നോക്കുക, അനദർ വേർഡ് ഫോർ ദ ഫ്രൈസൽ വെർബ് ബ്ലൂ അപ്പ്. അതും സിനോണിം തന്നെയാണ്. മറ്റൊരു വാക്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ബ്ലൂ അപ്പിന് അല്ലെ, അനദർ വേർഡ് ഫോർ ദ ഫ്രൈസൽ വെർബ് ബ്ലൂ അപ്പ്. ബ്ലൂ അപ്പിന് പകരമുള്ള മറ്റൊരു വാക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എക്സ്പ്ലോഡഡ് എന്നുള്ളതാണ്. ബ്ലൂ അപ്പ് അതിൻ്റെ ഒരു അനദർ വേർഡ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ്പ്ലോഡഡ്. അടുത്ത 68ാമത്തെ ചോദ്യമാണ്. ഫിൽ ഇൻ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് വേർഡാണ് കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് ദ അതോറിറ്റീസ് വിൽ എവർ ഡാഷ് ടു ദ സ്റ്റുഡൻസ് ഡിമാൻഡ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള വാക്ക് കൊടുക്കണം. ആക്സസ്, അക്സീഡ്, എക്സസ്, എക്സീഡ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ബി ആണ്, അക്സീഡ്. I don't think the authorities will ever accede to the students' demands. I don't think the authorities will ever accede to the students' demands എന്നാണ് വരുന്നത്. അടുത്തത് 69ാമത്തെ ചോദ്യമാണ്. 69ൽ the government has given the district collector carte blanche for disaster management in the flood hit areas. What does the foreign phrase carte blanche means in this sentence? അപ്പോൾ കാർട്ടെ ബ്ലാങ്കെ എന്നുള്ള ആ ഒരു ഫ്രേസിന് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 69. നിങ്ങൾ ഓപ്ഷൻ നോക്കുക, നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചെങ്കിൽ ആൻസർ ശരിക്കും വരുന്നത് സി ആണ്. ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് എന്നാണ് കാർട്ടെ ബ്ലാങ്കെ എന്ന് പറയുന്നത്. അടുത്തത് 70ാമത്തെ ചോദ്യമാണ്. ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ടു ആർഗ്യൂ വിത്ത് എ പേഴ്സൺ ഹു ഈസ് ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്. വാട്ട് ക്യാൻ ബി എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻഡ് പോർഷൻ? അതായത് ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്, ഇതിനൊരൊറ്റ വാക്കുണ്ട്. അത് താഴെ കൊടുത്തിരിക്കുന്ന 4 ഏതാണ് കണ്ടുപിടിക്കുക. അത് ഇൻകോറിജിബിൾ എന്നുള്ള ബി ഓപ്ഷനാണ്, ഇൻകോറിജിബിൾ. അപ്പം നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. അടുത്തത് മലയാളമാണ്. മലയാളത്തിൽ ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദം കണ്ടുപിടിക്കാൻ പറയുന്നു. ഗുർവി, ഗുരുമഹി, ഗുരുശ്രീ, ഗുരുണി. ഇതിൽ ഗുർവിയാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗുർവിയാണ് ഇതിൻ്റെ എതിർ ശബ്ദം എന്ന് പറയുന്നത്. ഇനി ചെയ്യാനുള്ള ആഗ്രഹം, അത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ചികീർഷയാണ് ചെയ്യാനുള്ള ആഗ്രഹം. അതേപോലെ താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ്. ഇവിടെ കൽഹാരം, കൈരവം, നീലാംബുജം, സാരസം എന്നുണ്ട് അല്ലേ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് സാരസമാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ നീലാംബുജമൊക്കെ കയറി അങ്ങ് കറക്കിച്ചേക്കും. ധനുഷ് പാണി ചേർത്തെഴുതിയാൽ അത് ആരാണ്? ധനുഷ് പാണി ചേർത്തെഴുതിയാൽ ധനുഷ്പാണി ആയിട്ട് മാറുന്നു, ബി. ഇനി ഉദ്ധരണം പിരിച്ചെഴുതിയാൽ അത് ഉദ് പ്ലസ് ഹരണമാണ് ഉദ്ധരണം എന്ന് അർത്ഥമാക്കുന്നത്. ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റിവിഷൻ ചെയ്യുന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഞാൻ ആൻസർ കീ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്തത് ഉന്മീലനം എന്നതിൻ്റെ വിപരീതമാണ് ചോദിച്ചിട്ടുള്ളത്. 76ാമത്തേത് അത് നിമീലനമാണ്. വിപരീത പദം ഉന്മീലനം, നിമീലനം. അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അധ്യക്ഷൻ നിലവിളക്ക് തെളിയിച്ചു. അനുഗ്രഹീതമായ അവസരമായിരുന്നു അത്. തുമ്പ് കെട്ടിയിട്ട നിന്റെ നീൾമുടി കാണാൻ എന്തൊരഴക്.
ഒരുപക്ഷെ പാട്ടുകാർ വന്നേക്കാം. ഇതിലേതാണ് ശരിയായ വാക്യം എന്നാണ്. ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് സി ആണ്. തുമ്പ് കെട്ടിയിട്ട നിന്റെ നീൾമുടി കാണാൻ എന്തൊരഴക്, അതാണ് ശരിയായിട്ടുള്ള വാക്യമായി കൊടുത്തിട്ടുള്ളത്. അടുത്ത 78 അഞ്ചാം പത്തി. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ആവർത്തിക്കുന്ന ചോദ്യമാണ്. അഞ്ചാം പത്തി എന്ന് പറഞ്ഞാൽ അത് ചതിക്കാൻ സഹായിക്കുന്നവൻ എന്നുള്ളതാണ്. അഞ്ചാം പത്തി ചതിക്കാൻ സഹായിക്കുന്നവൻ. അടുത്ത 79ാമത്തേത്. 79ാമത്തെ ഹീ സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതെന്നാണ്. അത് ബി ആണ്. അവൻ പതുക്കെ പറഞ്ഞു എന്നാണ്. ഹീ സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത്. ഇനി 80ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും, ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ്? ഇത് അനവസരത്തിലെ പ്രവൃത്തിയാണോ, അവിചാരിതമായി എത്തിപ്പെടുകയാണോ, രണ്ടും പോകില്ല എന്നാണോ, വിളിക്കാത്ത സദ്യ എന്നാണോ? ഇതിൽ ശരി ഉത്തരം രണ്ടും പോകില്ലെന്നാണ്. അതായത് കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും രണ്ടും പോകില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം എന്ന നിലയിൽ മാത്രമാണ് ചെയ്ത് നോക്കിയത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ഞാൻ തുടർന്നും ഇടാം. പിന്നെ പറഞ്ഞു നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. കാരണം മാത്സ് ഒക്കെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ലളിതമായിട്ട് പറഞ്ഞു തരേണ്ട സംഗതികളാണ്. അത് നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലോ ഇനി പഠിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലോ ഒന്നും ക്ലാസ് എടുക്കേണ്ട ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് അതിലേക്ക് കടക്കാത്തത്. അത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. പക്ഷെ നമുക്കിങ്ങനെ റിവിഷൻ ചെയ്ത് പോകാനാണെങ്കിൽ ഇത് എളുപ്പമായിരിക്കും. കാരണം കുറച്ച് സമയം മതി നമുക്കിത്. അപ്പോൾ 3 സബ്ജക്റ്റും റിവിഷൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അഭിപ്രായങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.